ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ ഇന്ന് കുറേ നാളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഞാൻ എല്ലാം എഴുതിക്കൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. കാരണം കുറച്ച് പ്രിപ്പറേഷൻ ചെയ്തിട്ട് എന്തൊക്കെ എവിടെയൊക്കെ പറയണമെന്നൊക്കെ നോക്കിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് പൊതുവേ ലോങ് വീഡിയോസ് ഇടാൻ ഇഷ്ടമല്ല, കാരണം ഒട്ടും വ്യൂസും വരാറില്ല. കാരണം നമുക്ക് ഒരുപാട് എഫേർട്ടും ഇതിനകത്ത് ഇടണം ലോങ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ, ഷോർട്ടിനെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ വ്യൂസും വരില്ല. സോ ഇതിൻ്റെ ഒരു റെസ്പോൺസ് അറിഞ്ഞിട്ട് ഇനിയും ലോങ് വീഡിയോസ് എങ്ങനെ ഇടണോ വേണ്ടതെന്ന് തീരുമാനിക്കാൻ ഞാൻ വിചാരിച്ചു. ആൻഡ് ഇതിൽ എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണി, അതിൽ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ ഒരു വെയിറ്റ് ലോസ് ആണ്. സ്കിന്നിൽ വന്ന ചേഞ്ചസിനെ കുറിച്ച് ഈ വീഡിയോ റെസ്പോൺസ് അറിഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വീഡിയോ. ബിഫോർ സ്റ്റാർട്ടിങ് ദ വീഡിയോ എനിക്കൊരു കാര്യം പറയണമെന്നുണ്ട്. കാരണം ഈ ഒരു ഡിസ്ക്ലെയിമറായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഒരിക്കലും മീൻ ചെയ്യുന്നില്ല, അതായത് വണ്ണം ഉള്ളവർ മോശമാണെന്നോ അങ്ങനെ ഒന്നും ഞാൻ മീൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് കൂടുന്നത് എങ്ങനെയാണോ, നിങ്ങൾക്ക് മെലിഞ്ഞിരിക്കുമ്പോഴാണോ അതോ കുറച്ച് ചബ്ബിയായിട്ടിരിക്കുമ്പോഴാണോ നിങ്ങൾ കോൺഫിഡൻറ്റ്, നിങ്ങൾ അങ്ങനെ ഇരിക്കാൻ നോക്കുക. എനിക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് തോന്നുന്നത് കുറച്ചും കൂടെ ഒന്ന് മെലിഞ്ഞിരിക്കുമ്പോഴാണ്. സോ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ഒരു ജേർണി ഇവിടെ ഷെയർ ചെയ്യുന്നത്. സോ അങ്ങനെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. സോ എൻ്റെ ഈ ഒരു വെയിറ്റ് ലോസിനെക്കാട്ടി മുന്നേ ഞാൻ എങ്ങനെയാണ് വെയിറ്റ് വെച്ചത്, അതായത് എൻ്റെ വെയിറ്റ് ഗെയിൻ എങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞുതരാം. ഞാൻ ജനിച്ച സമയത്ത്, അതായത് കൊച്ചിലെ ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നേ. അപ്പം മെലിഞ്ഞിട്ടായപ്പോൾ എൻ്റെ അമ്മയ്ക്കും അച്ഛനും ആ സമയത്ത് കുറച്ച് തടി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നു, ഈ കൊച്ചിൻ്റെ ഇത്ര മെലിഞ്ഞിരിക്കുന്നത്, ഇതിൻ്റെ ഫുഡും കൂടെ നിങ്ങളാണോ കഴിക്കുന്നത്, വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. എല്ലാവരും കാണുന്ന എല്ലാവരും. അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് കുറേ ടെൻഷനായിട്ട് അമ്മ എനിക്കൊരു പ്രോട്ടീൻ, കൊച്ചിലെ എന്തോ ഒരു പ്രോട്ടീൻ പൗഡർ പോലത്തെ എന്തോ സാധനം തന്നു. അങ്ങനെ അതൊരു എത്രയോ ബോട്ടിൽസൊക്കെ തന്നു. അതിനുശേഷം ഞാൻ പതുക്കെ വണ്ണം വയ്ക്കാൻ തുടങ്ങി. എങ്ങനെയും വണ്ണം വെച്ചു, അല്ലാതെ ഞാൻ നല്ല ഫുഡ് കഴിച്ചിട്ടും പിന്നെ അങ്ങോട്ട് ഭയങ്കര ഫുഡ് കഴിപ്പായിരുന്നു. അങ്ങനെ കഴിച്ച് നല്ല വണ്ണം വെച്ചു. അങ്ങനെ ചോദിച്ചവരൊക്കെ പിന്നെ ചോദിക്കാൻ തുടങ്ങി, ഇത്രയും വണ്ണം വെച്ചാൽ ഇതെങ്ങനെ വണ്ണം വെച്ച്, ഇനി ഫുഡൊക്കെ കുറയ്ക്കണം കേട്ടോ, ഇത്രയൊന്നും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറയും, ഇത്രയൊന്നും കഴിക്കല്ലേ, വെറുതെ അല്ല നീ ഇങ്ങനെ വണ്ണം വെച്ചിരിക്കുന്നത്. ഇത് പറയുന്നത് നമ്മുടെ കുടുംബക്കാരൊക്കെ തന്നെയാണ്. സോ അങ്ങനെയായിരുന്നു എൻ്റെ വെയിറ്റ് ഗെയിൻ ജേർണി. അല്ലാതെ ഞാൻ അപ്പോൾ ഞാൻ അങ്ങനെ വണ്ണം വെച്ച് വന്നതാണ്. ഞാൻ പറയാൻ പോകുന്നത് ആർക്കൊക്കെ വണ്ണം കുറയ്ക്കണം, അതായത് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു വെയിറ്റ് ആണോ നമുക്കുള്ളത്, നമ്മുടെ ബോഡി ഹെൽത്തി ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ BMI കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ബോഡി മാസ് ഇൻഡെക്സ്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ വെയിറ്റ് ഇൻ കിലോഗ്രാംസ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയറിലാണ് നോക്കേണ്ടത്. ആൻഡ് അതിൻ്റെ ഒരു ടേബിൾ ഞാനിവിടെ കൊടുക്കാം. അത് നിങ്ങൾ അണ്ടർ വെയിറ്റ് ആണോ, അതോ നിങ്ങൾ കറക്റ്റ് റേഞ്ചിലാണോ വരുന്നത്, അതോ നിങ്ങൾ ഒബീസ് ആണോ, ഓവർ വെയിറ്റ് ആണോ. ഒബീസിന് തന്നെ 3 ക്ലാസ് ആയിട്ടൊക്കെ ഉണ്ട്. ഇത് WHO ചാർട്ടാണ്, ഞാനിവിടെ ആഡ് ചെയ്യാം. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയെ പറ്റി ആദ്യം ഒരു ഐഡിയ വേണം, നിങ്ങൾ ഏതൊരു കാറ്റഗറിയിലാണ് വരുന്നത്, നിങ്ങളുടെ ബോഡി വെയ്റ്റ് നോർമൽ ആണോ. ഇപ്പോൾ ചില ഡിസീസ് കണ്ടീഷൻ, ഇപ്പോൾ PCO ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ നിങ്ങളുടെ ബോഡി വെയ്റ്റിനെക്കാട്ടി കുറച്ചുകൂടെ കുറവായിരിക്കണം നിങ്ങളുടെ വെയിറ്റ് എന്ന്, അതായത് നിങ്ങൾക്ക് വേണ്ട ഒരു ഐഡിയൽ വെയിറ്റിനെക്കാട്ടിയും കുറച്ചൊരു വെയിറ്റ് കുറവായിരിക്കും നിങ്ങൾക്ക് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുക, കാരണം ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനത്തെ കണ്ടീഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ അപ്രോക്സിമേറ്റ് പറയാനാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു 170 സെൻറ്റിമീറ്റർ ആണ് നിങ്ങളുടെ ഹൈറ്റ് എങ്കിൽ ഒരു 70 kgs വരെ നിങ്ങൾക്ക് ആവാം എന്നാണ് ഒരു അപ്രോക്സിമേറ്റ് കണക്ക്. സോ ഈ ഒരു BMI വെച്ച് നിങ്ങൾ നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് നോക്കുക. ഇപ്പോൾ നിങ്ങൾ ഒബീസൊക്കെ ആണെങ്കിൽ ഓഫ് കോഴ്സ് ഒരു ഫിസിഷ്യനെ നിങ്ങൾ കൺസൾട്ട് ചെയ്ത് നോക്കുക. ഭയങ്കര ഒബീസൊക്കെ ആണെങ്കിൽ, അല്ലാതെ ചെറിയൊരു വെയിറ്റ് ഗെയിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ യൂട്യൂബും അതൊക്കെ നോക്കി കുറയ്ക്കാം. ഓക്കെ, അടുത്ത് നമ്മൾ അറിയേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കോസ് ഓഫ് വെയിറ്റ് ഗെയിൻ. അതായത് എല്ലാവർക്കും ഒരേ റീസൺ കൊണ്ടായിരിക്കില്ല അവർ വെയിറ്റ് വെക്കുന്നത്. ഇപ്പോൾ പോസ്റ്റ്പാർട്ടമായിട്ട് ആൾക്കാർ വെയിറ്റ് വെക്കാം, അല്ലെങ്കിൽ ഹോർമോണൽ ഇഷ്യൂസ് ലൈക്ക് PCOD PCOS ഉള്ളവർക്കൊക്കെ വെയിറ്റ് വെക്കാം. പിന്നെ ഹൈപ്പോതൈറോയിഡിസം ഉള്ളവർ വെയിറ്റ് വെക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ മെഡിക്കേഷൻസിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ടും ആൾക്കാർ വെയിറ്റ് വെക്കും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു അണ്ടർലൈൻ പെത്തോളജി ട്രീറ്റ് ചെയ്യാതെ നമ്മളിങ്ങനത്തെ ഇങ്ങനത്തെ യൂട്യൂബൊക്കെ നോക്കി ചെയ്യാൻ നിന്നാൽ അതൊന്നും വർക്കാവില്ല. സോ നിങ്ങൾ ആ ഒരു കണ്ടീഷൻ്റെ മെഡിസിൻസ് ഒക്കെ എടുത്ത് അതൊന്ന് സബ്സൈഡ് ചെയ്തിട്ട് ഇതും കൂടെ ഫോളോ ചെയ്ത് നോക്കുക. അല്ലാതെ നിങ്ങൾക്ക് വേറെ ഒരു പ്രശ്നമില്ല, നിങ്ങളുടെ ഒരു അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ് നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് കുറയ്ക്കാം. അല്ലാതെ ഇപ്പോൾ നമ്മൾ ഒരുപാട് സ്ട്രെസ് ഈറ്റിംഗ് ഉള്ളവരുണ്ട്. എനിക്ക് സ്ട്രെസ് ഈറ്റിംഗ്, പണ്ട് എനിക്ക് സ്ട്രെസ് വരുമ്പോൾ ഞാൻ ഫുഡേ കഴിക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫുഡ് കഴിക്കും.
സോ അങ്ങനെ വെയിറ്റ് വെക്കും കേട്ടോ. പിന്നെ നമ്മൾ ഉറക്കം ശരിയല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് വെക്കാം. സോ ഇതൊക്കെ കുറച്ചൊന്ന് നേരെ പ്രോപ്പറായിട്ടൊരു 8 hours കിട്ടിയില്ലെങ്കിലും പഠിക്കുമ്പോൾ സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ സ്കൂൾ ഗോയിങ് അല്ല കോളേജ് ഗോയിങ് ആയാലും മിനിമം ഒരു 6 to 7 hours ഓഫ് സ്ലീപ്പ് നിങ്ങൾ എന്തായാലും വേണം. പറയുന്നത് എനിക്ക് കിട്ടാറില്ല, എനിവേസ് ഇത് വേണം. പക്ഷേ എന്ന് വെച്ചാൽ ഞാൻ ശരിക്കും എൻ്റെ ഒരു ജേർണി ഞാൻ പറയാം. ഞാൻ എൻ്റെ ബോഡിയെ പറ്റി ഞാൻ നല്ല വണ്ണം വെച്ചെങ്കിലും ഞാൻ എൻ്റെ ബോഡിയെ പറ്റി ഒട്ടും കോൺഷ്യസ് അല്ലായിരുന്നു. കാരണം സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ സ്കൂളിലുള്ള ആരും അതോ എൻ്റെ ക്ലാസ്സിലുള്ള ആരും അങ്ങനെ ബോഡി ഷേമിങ് നല്ല പിള്ളേരായിരുന്നു. ഇപ്പോൾ ഈ ഒരു കോളേജിലുള്ള പിള്ളേരാണ് അവിടെയെങ്കിൽ എനിക്ക് വല്ല ഡിപ്രഷനായി പോയേനെ. കാരണം ഇത്രയും ടോക്സിക് ആയിരുന്നു. സ്കൂളിലുള്ള എല്ലാവരും പാവങ്ങളായതുകൊണ്ട് ഞാൻ അങ്ങനെ ബോധേഡ് അല്ലായിരുന്നു. എൻ്റെ ഒരു ബോഡിയെ പറ്റിയോ ഞാൻ എങ്ങനെയാണ് ഇരിക്കുന്നതോ എൻ്റെ അപ്പിയറൻസോ ഒന്നും ഞാൻ ആ സമയത്ത് ഞാൻ ഒട്ടും ബോധേഡ് അല്ലായിരുന്നു. ഒരു 8th 9th 10th ഒക്കെ ആയപ്പോഴാണ് എനിക്ക് സ്വയം ഒരു ഇത് തോന്നിയത്. ഒരു കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് ഇച്ചിരി വണ്ണമുണ്ട്, എനിക്ക് കുറയ്ക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടുമ്പോൾ എനിക്കത് ഫിറ്റ് ആവുന്നില്ല. പിന്നെ ഈ വെയിറ്റ് വെച്ചപ്പോൾ തന്നെ എൻ്റെ കഴുത്തിന് ചുറ്റും നല്ല ഡാർക്ക്നെസ് വരാൻ തുടങ്ങി. ഒരുപാട് പിമ്പിൾസ് എന്ന് വെച്ചാൽ ഇങ്ങനെ സ്കിൻ ഭയങ്കരമായിട്ട് ഓയിലി ആവാൻ തുടങ്ങി, പിമ്പിൾസ് വരാൻ തുടങ്ങി. ഭയങ്കര എൻ്റെ സ്കിൻ ടോൺ കൊച്ചിലേ ഞാൻ അത്യാവശ്യം ഫെയർ ആയിരുന്നു, പക്ഷേ എൻ്റെ സ്കിൻ ടോൺ ഗ്രാജുവലി ഭയങ്കരമായിട്ട് കുറയാൻ തുടങ്ങി. നല്ല ഡാർക്ക്നെസ് എൻ്റെ ഫേസിൽ വരാൻ തുടങ്ങി. ഇതൊക്കെ ഞാൻ അപ്പോഴാണ് ഒന്ന് നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ചുറ്റിനുള്ള എൻ്റെ അമ്മയും അച്ഛനോ എൻ്റെ സ്കൂളിലുള്ള ആരും അങ്ങനെ ഒന്നും പറയാറില്ല, പക്ഷെ അല്ലാത്ത വെളിയിലുള്ളവരൊക്കെ പലതും പറയായിരുന്നു. പക്ഷെ അത് ഞാൻ കാര്യമാക്കില്ല. പക്ഷെ എനിക്ക് സ്വന്തമായിട്ട് അപ്പോൾ ഫീൽ ചെയ്യാൻ തുടങ്ങി, എനിക്ക് ഇത് കുറയ്ക്കണം. അങ്ങനെ ഞാൻ ഇരുന്ന് ആലോചിച്ച് എനിക്ക് എന്തൊക്കെയാണ്, എനിക്ക് എങ്ങനെയാണ് ആവേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് എന്താണ് വേണ്ടത് എന്ന് ഞാൻ ആരും പറഞ്ഞതുകൊണ്ടല്ല ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി തുടങ്ങിയത്. സോ നിങ്ങൾ ആരുടെയും വാലിഡേഷൻ നമുക്കിവിടെ ആവശ്യമില്ല. നമുക്ക് സ്വന്തമായിട്ട് തോന്നുകയാണ് ഓക്കെ എനിക്ക് കുറച്ച് മെലിയണം അല്ലെങ്കിൽ എനിക്ക് കുറച്ച് വണ്ണം വയ്ക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളത് ചെയ്യുക. നിങ്ങൾ എപ്പോഴാണോ കോൺഫിഡൻ്റ് ആവുന്നത് അപ്പം നിങ്ങളത് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് കുറച്ച് മെലിഞ്ഞിരിക്കുമ്പോഴാണ് എനിക്ക് കുറച്ച് കാരണം ഞാൻ മെലിഞ്ഞ സമയത്ത് ഞാൻ വണ്ണം വെച്ചപ്പോൾ കുറ്റം പറഞ്ഞ ആൾക്കാർ ഞാൻ മെലിഞ്ഞ സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു, അയ്യോ ഇതെന്തോന്ന് അസുഖം പിടിച്ച പോലെ ഇരിക്കുന്ന, പ്രേതം പോലെ, ലിറ്ററലി ഇതാണ് പറഞ്ഞത്, പ്രേതം പോലെ ഇരിക്കുന്നു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. സോ അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെറുതെ നമുക്ക് അവോയ്ഡ് ചെയ്യാനേ പറ്റുള്ളൂ. കാരണം അവരൊന്നും, എനിക്ക് തോന്നുന്നില്ല അവരൊന്നും നന്നാവുമെന്ന്. സോ ബോഡി ഷേമിങ് നിങ്ങൾ ഫേസ് ചെയ്യും ഏതെങ്കിലും ഒരു പോയിന്റിൽ, അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല. അവർ പറയും, അവർ പോകും, അവരുടെ ലൈഫ്. ഈ പറയുന്ന ആൾക്കാരുടെ ബോഡി സ്ട്രക്ചറൊക്കെ ഭയങ്കര ഐഡിയൽ മോഡൽസിനെ പോലെ ആയിരിക്കും അവർ ഇരിക്കുന്നത് ഗൈസ്, ആലോചിക്കുമ്പോൾ തന്നെ. അതുകൊണ്ട് നിങ്ങൾക്ക് അത് കാര്യമാക്കണ്ട. എനിവേസ് കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്. ഞാൻ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാൻ എഴുതി വെച്ചൊക്കെ വന്നു, എന്നാലും ഞാൻ ഇടയ്ക്ക് വെച്ച് എവിടെയോ മിസ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഒരു 10th നമുക്ക് വെക്കേഷൻ ഉണ്ടല്ലോ, 11th and 12th ഒരു ലോങ് വെക്കേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഓക്കെ ഇങ്ങനെ വെയിറ്റ് കുറയണം. അപ്പോൾ വെയിറ്റ് കുറയാൻ ഞാൻ ഡയറ്റ് അന്ന് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ പറയാം. പക്ഷെ ആദ്യം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഒരു എന്തെങ്കിലും എനിക്ക് ഫിസിക്കലി ആക്റ്റീവായിട്ട്, വീട്ടിൽ ഇരുന്നാൽ ഞാൻ എപ്പോഴും അവിടെ കിടക്കുക, അതുകൊണ്ട് എനിക്ക് ഫിസിക്കലി ആക്റ്റീവായിട്ടിരിക്കാൻ ഞാൻ വിചാരിച്ചു ബാഡ്മിൻ്റന് പോവാം. അപ്പോൾ ഞങ്ങളുടെ അവിടെ എൻ്റെ കസിൻസ് 2 പേര് ഒരാളും കൂടെ വന്നു എൻ്റെ കൂടെ. അപ്പം ഞങ്ങൾ വെച്ചാൽ ഒരുമിച്ച് പോവാം ബാഡ്മിൻ്റനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല ഞാൻ പോയത്, എൻ്റെ മെയിൻ ഉദ്ദേശം മെലിയണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ പോയി. പക്ഷെ എൻ്റെ കസിൻസൊക്കെ ബാഡ്മിൻ്റൺ കളിച്ച് പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തോടാണ് വന്നത്. ഞാൻ മെലിയണം എന്ന് വിചാരിച്ചാണ്, അല്ലാതെ എനിക്ക് കളി പഠിക്കണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ ദേഹം അനങ്ങാത്ത എന്നെ കൊണ്ട് ആദ്യത്തെ ദിവസം തന്നെ ഞാൻ അവിടെ ചെന്നപ്പം അവിടുത്തെ കോച്ച് പറഞ്ഞത് ഒരു എത്രയോ 5 വട്ടമാണെന്ന് തോന്നുന്നു, ആ ഒരു വലിയ സ്റ്റേഡിയത്തിന് ചുറ്റും ഒരു 5 വട്ടം ഓടിയിട്ട് വരാൻ പറഞ്ഞു. ഈ ബോഡി അനങ്ങാത്ത എനിക്ക് അത് തന്നെ ഒരു വലിയ ടാസ്ക് ആയിരുന്നു. അങ്ങനെ ഓടി വന്നപ്പോഴത്തേനും ഞാൻ തളർന്നു. പിന്നെ അവിടെ നമ്മൾ ഈ കളിക്കുന്നതിന് മുന്നേയും നല്ല ഇതുണ്ട്, വർക്കൗട്ട്സ് ഉണ്ട്. അവിടുത്തെ സ്റ്റെപ്സൊക്കെ ഓടി മേളിൽ കയറുക, പിന്നെ താഴെ ഇറങ്ങുക, പിന്നെ കുറേ വർക്കൗട്ട്സ്, സ്ട്രെച്ചിങ്, പിന്നെ ഈ ബാഡ്മിൻ്റൺ. അങ്ങനെ എൻ്റെ വെയിറ്റ് നല്ല കുറഞ്ഞു. ഈ 10th വെക്കേഷൻ എനിക്കിപ്പോഴും ഓർമ്മ. 10th വെക്കേഷൻ കഴിഞ്ഞ് ഞാൻ 11th പോയപ്പോൾ നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ ഇത് ചെയ്യും, ഡിവൈഡ് ചെയ്യും, ഷഫിൾ ചെയ്യും പിള്ളേരെ. അങ്ങനെ ചെയ്തപ്പോഴത്തേനും അപ്പോൾ എനിക്കൊരു വെയിറ്റ് ലോസ് വന്നെന്ന് എനിക്ക് തോന്നിയില്ലെങ്കിലും
അപ്പം എന്നെ കണ്ട ഫ്രണ്ട്സ്, എനിക്ക് ഓർമ്മയുണ്ട് അപ്പുറത്തെ ഡിവിഷനിൽ നിന്ന് ആരൊക്കെയോ പറഞ്ഞിട്ട് പിള്ളേർ എന്നെ കാണാൻ വന്നു, നീ മെലിഞ്ഞോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ഓക്കെ ഞാൻ ആ സമയം വരെ വിചാരിച്ചോളൂ ചിലപ്പോൾ എനിക്കിനി മെലിയാൻ പറ്റൂലായിരിക്കും, ഞാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എൻ്റെ അടുത്ത് എല്ലാവരും പറയുമായിരുന്നു എൻ്റെ നക്ഷത്രം ഭരണിയാണ്. ഇതൊക്കെ ഞാൻ എന്തിനാണ് ഇവിടെ പറയുന്നതെന്ന് എനിക്കറിയണം, എന്നാലും ഭരണിയാണ്. അപ്പം എൻ്റെ അടുത്ത് എൻ്റെ ഒരു ആൻറ്റി പറഞ്ഞിട്ടുണ്ട്, നക്ഷത്രം ഭരണിയാണെങ്കിൽ ഭരണി പോലെ ഇരിക്കും. അപ്പം ഞാൻ ആ സമയത്ത് കൊച്ചിലെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന, എൻ്റെ നക്ഷത്രം ഭരണി ആയതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ഭരണി പോലെ ഇരിക്കും, ഞാനിനി മെലിയൂലായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ഇത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നു, അപ്പം ഞാൻ മെലിയും എന്നെനിക്ക് തോന്നി. അങ്ങനെ ഒരു കോൺഫിഡൻസ് കിട്ടി. പിന്നെ ഞാൻ ഡയറ്റൊക്കെ നോക്കാൻ തുടങ്ങി. അല്ലാതെ പിന്നെ ഞാൻ അത് കഴിഞ്ഞപ്പോൾ ബാഡ്മിൻ്റൺ നിർത്തി. അതിനുശേഷം പിന്നെ എൻട്രൻസ് ആണല്ലോ, നമ്മൾ എൻട്രൻസിനൊക്കെ പഠിക്കണം. +1 +2 തൊട്ടേ എൻട്രൻസ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, സ്കൂൾ ഗോയിങ്ങിൻ്റെ കൂടെ ട്യൂഷൻസും അതും ഇതുമൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് അവിടെ പോകാൻ പറ്റില്ല. പക്ഷെ ആ സമയത്ത് എനിക്ക് നല്ലൊരു വെയിറ്റ് ലോസ് വന്നു. പിന്നെ അത് കഴിഞ്ഞ് +1 +2 ഒക്കെ കഴിഞ്ഞ് എൻട്രൻസ് ആ സമയത്താണ് കോവിഡൊക്കെ വരുന്നത്. ഞാൻ +2 കഴിഞ്ഞ് എൻ്റെ ഫൈനൽ എക്സാം എഴുതി കഴിയുമ്പോഴാണ് ലോക്ക്ഡൗൺ വരുന്നത്. അങ്ങനെ ലോക്ക്ഡൗൺ വന്നു. പിന്നെ ആ സമയത്ത് എൻ്റെ എൻട്രൻസും കൂടെ നടക്കുകയാണ്. ആ സമയത്ത് ഞാൻ വീണ്ടും നല്ല പോലെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. കാരണം ഒരു ആക്ടിവിറ്റി ഇല്ലല്ലോ, പഠിക്കുക തിന്നുക, ഇത് മാത്രമേ ഉള്ളൂ. അപ്പം നല്ല രീതിക്ക് ഫുഡ് കഴിച്ചു. അങ്ങനെ പിന്നെ ഞാൻ ഒരു വർഷം റിപ്പീറ്റും കൂടെ ചെയ്തു. അപ്പോഴും വീട്ടിൽ തന്നെയാണോ, ഞാൻ ഓൺലൈൻ ക്ലാസ് ആണോ എടുത്തത്. അപ്പോൾ നല്ല രീതിക്ക് വീണ്ടും തടിച്ചപ്പോൾ പക്ഷേ എനിക്ക് ഇപ്രാവശ്യം ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ നേരത്തെ കാലം എനിക്ക് ആദ്യം വണ്ണം വയ്ക്കുന്നത് എൻ്റെ കവിളാണ് ഗൈസ്. എൻ്റെ ഫേസ് ഇങ്ങനെ ആവും. പിന്നെ എനിക്ക് ഡബിൾ ചിൻ ഉണ്ട്, അതെനിക്ക് ജെനറ്റിക് ആയിട്ടുള്ളതാണ്. എൻ്റെ അമ്മയ്ക്കും അച്ഛനൊക്കെ ഉണ്ട്. അതിപ്പം പണ്ട് എൻ്റെ ഡബിൾ ചിൻ ഞാൻ ഫോട്ടോസ് ഇവിടെ ആഡ് ചെയ്യാവേ, എൻ്റെ ഡബിൾ ചിൻ ഇവിടെ കിടക്കുമായിരുന്നു. ഇപ്പോൾ ഇതുവരെ ഞാൻ ഫേസ് എക്സസൈസും ചെയ്യുമായിരുന്നു, പക്ഷേ എത്ര ഇത് ചെയ്താലും ഇത് എനിക്ക് പോകുന്നില്ല. അതിന് എന്താണെന്ന് അറിയത്തില്ല. കാരണം എനിക്ക് തോന്നുന്നത് ജെനറ്റിക് ആയിട്ട് എനിക്ക് ഉള്ളതുകൊണ്ട് ഇതിനൊരു ലിമിറ്റ് ഉണ്ട് പോവാൻ. എന്നാലും കമ്പാരിറ്റീവ്ലി നല്ല കുറഞ്ഞു. കാരണം എനിക്ക് ഡബിൾ ചിന്നുള്ള ഫോട്ടോസ് ഇവിടെ ആഡ് ചെയ്യും. ഡബിൾ ചിന്നൊക്കെ പോകാൻ ഭയങ്കര പാടാണ്. ഡയറ്റിലോട്ട് വരാം. ഡയറ്റ് കഴിഞ്ഞ് ഞാൻ എക്സസൈസിനെ പറ്റി പറയാം. സോ ഫസ്റ്റ് ഡയറ്റ് എന്ന് പറയുമ്പം ഇപ്പോൾ സ്കൂളിൽ അതായത് ആ ഒരു ടീനേജ് പ്രായത്തിൽ എനിക്ക് ഒരുപാട് ഡയറ്റോ ഇപ്പോൾ ഇവിടെ കാണുന്ന പോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കുക അങ്ങനെ ഒന്നും പറ്റില്ലല്ലോ. കാരണം നമ്മൾ വീട്ടുകാരുടെ ചിലവിലാണ്, ഇപ്പോഴും വീട്ടുകാരുടെ ചിലവിലാണ്. എന്നാലും അപ്പോൾ ഒട്ടും അറിയില്ല. ആകെ നമുക്കൊരു സോസ് എന്ന് പറയുന്നത് നമുക്കൊരു ഡയറ്റീഷ്യനോട് ചോദിക്കാനൊന്നും പറ്റില്ല, യൂട്യൂബ് തന്നെ നോക്കുക എന്നുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ ഞാൻ കഴിക്കുന്ന പോർഷൻ്റെ കുറവ് കഴിക്കാം. അതായത് ഇപ്പോൾ നമ്മളൊരു 3 ദോശയാണ് കഴിക്കുന്നതെങ്കിൽ അത് 2 ദോശയാക്കി കുറയ്ക്കുക. അതാണ് ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്തത്. കാരണം എനിക്കൊരു ഡ്രാസ്റ്റിക് ആയിട്ടൊരു എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു ആ സമയത്ത്. അപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റില്ലെന്ന് എനിക്ക് തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ 3 എണ്ണം കഴിക്കുന്നിടത്ത് 2 എണ്ണം ആക്കി. അങ്ങനെ ഒരു പതുക്കെ ഒന്ന് കുറച്ചപ്പോൾ തന്നെ എനിക്ക് അതായത് നമ്മൾ ഈ ഒരുപാട് ഫുഡ് കഴിക്കുമ്പോൾ നമുക്കൊരു ഹെവി ഫീൽ തോന്നും. അത് കഴിഞ്ഞ് എൻ്റെ ബോഡിയിൽ കുറച്ച് ലൈറ്റ് ഫീൽ വന്നപ്പോൾ എനിക്ക് തന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. കൊള്ളാം. അപ്പോൾ വിശപ്പും അധികം ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് വെള്ളം കുടിക്കാൻ തുടങ്ങി. വെള്ളം കുടിക്കാമെന്ന് ഇൻ ദ സെൻസ്, നമ്മൾ ഫുഡ് കഴിക്കുന്നതിനെക്കാട്ടി മുന്നേ കുറേ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ, കുറേ എന്ന് വെച്ചാൽ ആവശ്യത്തിന് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശക്കൂല എന്ന് വെച്ചാൽ നമുക്ക് അത്ര ഫുഡ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതും ഞാൻ അങ്ങനെ ചെയ്തു നോക്കി. പിന്നെ ഞാൻ നോക്കിയിട്ട്, അതായത് നമുക്ക് ഒരുപാട് നിറയണം പക്ഷേ കാലറി കുറവുള്ള ഫുഡ് എന്ന് പറഞ്ഞ് ഞാൻ സെർച്ച് ചെയ്ത് അങ്ങനത്തെ കുറേ കഴിക്കാൻ തുടങ്ങി. അതായത് എനിക്ക് ശരിക്കും ഈ എഗ് വൈറ്റൊക്കെ ഈ വെയിറ്റ് ലോസിനൊക്കെ നല്ലതാണ്. പക്ഷെ എനിക്ക് മുട്ട ഇഷ്ടമല്ല. എനിക്കങ്ങനെ മുട്ടയുടെ സ്മെല്ല്, അങ്ങനെ ഞാൻ മുട്ട കഴിക്കും പക്ഷെ എനിക്ക് ഒട്ടും പറ്റൂല. മുട്ടയുടെ ഉള്ള ഡയറ്റൊന്നും എനിക്ക് പറ്റൂല. അങ്ങനെ മുട്ട കഴിക്കുന്നത് നല്ലതാണ്, കഴിക്കാൻ പറ്റുന്നവർ എന്തായാലും കഴിക്കണം, പക്ഷേ എനിക്കിഷ്ടമല്ല. പിന്നെ ഞാൻ കഴിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഹൈ വോളിയം ലോ കാലറി ആയിട്ടുള്ള കുറച്ച് ഫുഡ്സ് പറഞ്ഞുതരാവേ. സ്പിനച്ച് കഴിക്കാം, കുക്കുംബർ കഴിക്കാം, മഷ്റൂം കഴിക്കാം, ഈ എഗ് വൈറ്റ് കഴിക്കാം, ചിക്കൻ ബ്രസ്റ്റൊക്കെ അങ്ങനത്തെ കുറച്ച് ഫുഡാണ്. പിന്നെ ഫ്രൂട്ട്സ്. അപ്പോൾ എനിക്ക് ഷുഗർ ക്രേവിങ്സ് എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ഷുഗർ ക്രേവിങ്സ് എന്ന് പറയുമ്പോൾ ഞാൻ നല്ലപോലെ ഷുഗർ കഴിക്കും, ചോക്ലേറ്റ് അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് കഴിക്കും.
അപ്പം ഞാൻ അതിന് പകരം ഫ്രൂട്ട്സ് എടുക്കാൻ തുടങ്ങി. ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ഫ്രൂട്ട്സൊന്നും കഴിക്കാൻ പറ്റില്ല. ആപ്പിൾ കഴിക്കാം. അത് നിങ്ങൾ നോക്കിയിട്ട് കഴിക്കണം. നമുക്കിപ്പം ഓക്കെ ഷുഗർ ഡയറ്റ് എന്ന് ആക്ച്വലി മീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ഷുഗർ കഴിക്കാതിരിക്കുക എന്നാണ്. അല്ലാതെ ഒരു ഷുഗറും തൊട്ടുവിടാമെന്നൊന്നുമില്ല. ഫ്രൂട്ടിലേക്ക് ഷുഗർ നമുക്ക് അത് നാച്ചുറൽ ഷുഗറാണ്, നമുക്കത് ഇൻടേക്ക് ചെയ്യാം, കുഴപ്പമില്ല. അപ്പം കഴിക്കാൻ പറ്റുന്ന ഷുഗർ എന്ന് പറഞ്ഞാൽ ഇത് ആപ്പിൾ കഴിക്കാം, വാട്ടർമെലൺ കഴിക്കാം. ഇതിലൊക്കെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ്. ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവുള്ള ഫ്രൂട്ട്സ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. ഇതൊക്കെ പപ്പായ കഴിക്കാം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈത്തപ്പഴം. പക്ഷേ ഈത്തപ്പഴത്തിന് നന്നായിട്ട് വണ്ണം വയ്ക്കും, അപ്പോൾ അത് കഴിക്കാതിരിക്കുക. അതിന് പകരം റോബസ്റ്റ പഴം കഴിക്കാം. അങ്ങനെയൊക്കെ ഡിഫറൻസ്. പിന്നെ ഞാൻ ചെയ്യാത്ത ഡയറ്റുകളില്ല ഗൈസ്. ഞാൻ കീറ്റോ ഡയറ്റ് ചെയ്തിട്ടുണ്ട്, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, അങ്ങനെ എല്ലാം ചെയ്തു. കീറ്റോ ഡയറ്റൊക്കെ എൻ്റെ ദൈവമേ അതൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊന്നും ആരും ചെയ്യരുത്. നമുക്ക് മെൻ്റലി നമുക്ക് വയ്യാണ്ടാവും. ഞാൻ എല്ലാം പരീക്ഷിച്ച് നോക്കുന്ന ഒരാളാണ്. അങ്ങനെ നോക്കിയിട്ട് എനിക്ക് നല്ല പണിയും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. കീറ്റോ ഡയറ്റ് ഒന്നും ആരും ചെയ്യരുത്. പിന്നെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. ഇനി ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ പറ്റി പറയാനാണെങ്കിൽ അതിന് ഒരുപാട് റേഷ്യോസ് ഉണ്ട്. 12:12, 14:10, 8:16:8 അങ്ങനെ റേഷ്യോസ്. പിന്നെ OMAD, അതായത് 1 meal a day എന്ന് പറഞ്ഞ ഡയറ്റ് ഉണ്ട്. അതായത് ഒരു ദിവസം ഒരു മീൽ മാത്രം കഴിച്ചുകൊണ്ടുള്ള ഡയറ്റ് ഉണ്ട്. ഇതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാം മീൻസ് ഒരു പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഭയങ്കരമായിട്ട് ഇതായിരുന്നു, എനിക്ക് എങ്ങനെയെങ്കിലും മെലിയണം എന്നുള്ളൊരു ചിന്തയാണ് ആ സമയത്ത് എനിക്ക് ഇത്ര വിവരമില്ല. അതുകൊണ്ട് ഞാൻ കണ്ട എല്ലാം ചെയ്യുമായിരുന്നു. പക്ഷെ നിങ്ങളൊന്നും അങ്ങനെ ചെയ്യരുത്. നമ്മുടെ ബോഡിയിൽ ഓരോരോ പ്രശ്നങ്ങൾ പിന്നീട് വരുമ്പോൾ നമ്മളത് പഠിക്കും. ഇതിൽ കുഴപ്പമില്ലാത്തതാണ് ഒരു 12:12 അത്രയും. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ 12:12 എടുക്കാം. അതായത് ഇങ്ങനെ ഈ ഒരു റേഷ്യോ കൊണ്ട് മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ 12 hours, അതായത് ഇത്രയും മണി തൊട്ട് ഇത്രയും മണി വരെ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം. എന്ത് ഫുഡ് വേണമെന്ന് നിങ്ങൾക്ക് കഴിക്കാം. എന്ന് വെച്ചാൽ ഒരുപാട് കഴിക്കരുത്, എന്നാലും ആവശ്യത്തിനുള്ള ഫുഡൊക്കെ കഴിക്കാം. പിന്നെ അത്രയും ബാക്കി 12 hours നിങ്ങൾ ഫുഡേ കഴിക്കാണ്ടിരിക്കുക. അതിപ്പോൾ നിങ്ങൾ ഉറങ്ങുന്ന 8 hours കൂടെ കൂട്ടിയിട്ട് അങ്ങനെ എടുക്കാം. അങ്ങനെ അതായത് ഈ ഫുഡ് കുറച്ച് ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ ഫുഡ് കഴിക്കാവുന്ന സമയം കുറയും, ഫാസ്റ്റിങ്ങിൻ്റെ സമയം കൂടും. അങ്ങനെയാണ് ആ ഒരു റേഷ്യോസ് വരുന്നത്. അത് അത്യാവശ്യം ഹെൽത്തിയാണ് ഒരുപാട്. അതായത് നിങ്ങൾക്ക് നിങ്ങൾ ഡയബറ്റിക് അല്ല, നിങ്ങൾക്ക് വേറൊരു ഹെൽത്ത് കണ്ടീഷനും ഇല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ കുറച്ച് ട്രൈ ചെയ്യാവുന്നതാണ്, നിങ്ങൾ ഹെൽത്തി ആണെങ്കിൽ മാത്രം. അല്ലെങ്കിൽ അതും ട്രൈ ചെയ്യേണ്ടെന്ന് ഞാൻ പറയും. എന്തായാലും നിങ്ങളുടെ പോർഷൻ. പിന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഞാൻ കുറച്ചു. അതായത് ഈ പാക്കറ്റിൽ വരുന്നത് പ്രോസസ്സ് ചെയ്ത എല്ലാ ഫുഡും ഞാൻ കുറച്ചു. പിന്നെ ഞാൻ ആ സമയത്ത് എനിക്കിപ്പോഴും ചോറ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആ സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു ചോറ്. അങ്ങനെ ചോറ് ഞാൻ അധികം കഴിക്കില്ല എന്നല്ല, എന്നാലും ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കാൻ തുടങ്ങി. പിന്നെ പെറോട്ട, ആ സമയത്ത് ഞാൻ പിന്നെ പെറോട്ടയെ കഴിക്കില്ലായിരുന്നു. പെറോട്ട ഭയങ്കര വണ്ണം വയ്ക്കുന്ന എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പെറോട്ട കഴിക്കില്ലായിരുന്നു. അതിന് പകരം ഞാൻ എല്ലാവരും, അതായത് നമ്മളെ കസിൻസൊക്കെ എല്ലാവരും വരുമ്പോഴത്തേനും എല്ലാവരും പെറോട്ട, എനിക്ക് ചപ്പാത്തി. ഞാൻ അങ്ങനെ അത്രയും ഡെഡിക്കേറ്റഡ് ആയിരുന്നു. എല്ലാവരും പെറോട്ടയ്ക്ക് ഞാൻ പറയും എനിക്ക് ചപ്പാത്തി മതി, എനിക്ക് പെറോട്ട ഭയങ്കര ഇഷ്ടമാണ്, എന്നാലും ഞാൻ പറയും എനിക്ക് ചപ്പാത്തി മതി. ആ ഡെഡിക്കേഷൻ എനിക്കിപ്പോൾ വരാറില്ല. അങ്ങനെ ഞാൻ ഓൾമോസ്റ്റ് ഒരു 65-66 എന്നൊക്കെ വന്നു. ഞാൻ മാക്സിമം എൻ്റെ വെയിറ്റ് കുറച്ചിട്ടുള്ളത് 52 kgs ആണ്. 52 ആയിരുന്നു എൻ്റെ മാക്സിമം. അതിന് പിന്നെ ശേഷം ഞാൻ കുറഞ്ഞിട്ടില്ല. ഇപ്പോൾ എൻ്റെ വെയിറ്റ് 58 ഒക്കെ ഉണ്ട്. കാരണം ഇപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് കഴിക്കും. കോളേജ് ഫസ്റ്റ് ഇയറിൻ്റെ ഒക്കെ സമയത്താണ് ഞാൻ 52 വരെ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ 52 ഒന്നുമല്ല, 58 ഒക്കെ ഉണ്ട്. പക്ഷേ ഇനി എനിക്കൊരു വെയിറ്റ് ലോസ് ചെയ്യണമെന്നുണ്ട്, പറ്റുവാണെങ്കിൽ ചെയ്യണം. പക്ഷേ ഇപ്പോൾ കോളേജ് ഇത് കോളേജിൽ സ്ട്രെസ്സ് കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് സ്ട്രെസ് ഈറ്റിംഗ് ഉണ്ട്. കോളേജ് സ്ട്രെസ് ആണെങ്കിൽ അറിയാതെ ഫുഡ് കഴിച്ചു പോകും, അല്ലെങ്കിൽ മെൻ്റലി ഞാൻ അൺസ്റ്റേബിളായി പോകുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതുകൊണ്ട് ഫുഡ് കഴിച്ച് ഞാൻ സന്തോഷിക്കാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എനിക്ക് തോന്നുകയാണ് ഞാൻ ഒരു വീക്ക് ഒരുപാട് ഫുഡ് കഴിച്ചെങ്കിൽ ഞാൻ അടുത്തൊരു വീക്ക് കുറച്ചൊന്ന് പിടിക്കും. അതായത് ഞാൻ തന്നെ കോൺഷ്യസ്ലി എൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കൺട്രോൾ ചെയ്യും, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുന്ന ഫുഡൊക്കെ കുറയ്ക്കും. അങ്ങനെ അപ്പം വീണ്ടും എൻ്റെ വെയിറ്റ്, അതുകൊണ്ട് ഇപ്പോൾ ഒരു സ്റ്റേബിളായിട്ട് പോകുന്നുണ്ട് എൻ്റെ വെയിറ്റ്. പക്ഷെ കുറച്ച് കുറയ്ക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് എക്സസൈസിലോട്ട് പോവാം. എക്സസൈസിലോട്ട് പോകാൻ ഞാൻ പറയുന്നത്, നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഇപ്പോൾ നിങ്ങൾക്ക് ജിമ്മിലൊന്നും പോകാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു സ്പോർട്ടിൽ നിങ്ങൾ പോകും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ബാഡ്മിൻ്റന് പോയി. അതുപോലെ അത് ഇഷ്ടപ്പെട്ടു പോയതല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും, ഇപ്പോൾ ക്രിക്കറ്റ്, ഫുട്ബോൾ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോവാം. അത് ഭയങ്കര നല്ലതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞ ഒരു സ്ട്രെസ്സ് നമുക്കില്ല. നമ്മളത് എൻജോയ് ചെയ്തു കളിക്കുന്നു, അങ്ങനെ നമ്മൾ മെലിയുന്നു.
അങ്ങനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സ്വിമ്മിങ്ങിനൊക്കെ പോവാം. സ്വിമ്മിങ്ങൊക്കെ നല്ല വെയിറ്റ് ലോസ് നല്ലതാണ്. സമയമുള്ളവർക്ക്, സമയമില്ലാത്തവർക്ക് പറ്റിയിട്ടുള്ള, ഞാൻ ആ സമയത്ത്, അതായത് എൻട്രൻസ് കഴിഞ്ഞാൽ വണ്ണം വെച്ചെന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വർക്കൗട്ട് ക്ലോയിറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അത് ഇവിടെ കൊടുക്കാം. എനിക്ക് തോന്നുന്നു കുറേ പേരൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും, എസ്പെഷ്യലി ടീനേജേഴ്സൊക്കെ എന്തായാലും ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് തോന്നുന്നു. ക്ലോയിറ്റിങ്ങിൻ്റെ ആ ഒരു യൂട്യൂബ് ചാനൽ, അവരുടെ ഒരു ആപ്സിൻ്റെ 2 weeks ആപ്പ് ചാലഞ്ച് എന്ന് പറഞ്ഞ സാധനം ഞാൻ ഫുൾ ടൈം ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ആ സമയത്ത് ഞാൻ കുറച്ച് സ്ട്രോങ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് അത്ര സ്ട്രെങ്ത് ഇല്ല. കുറച്ച് ഇൻറ്റൻസ് ആയിട്ടുള്ള വർക്കൗട്ടാണ്. ആ വർക്കൗട്ടിലൊന്നും അവരുടെ, അതായത് ആ വീഡിയോയിൽ ആ വർക്കൗട്ട് അങ്ങ് തുടങ്ങുകയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ അതിന് മുന്നേ ഉള്ള സ്ട്രെച്ചിങ് എന്തായാലും വേറൊരു വീഡിയോ നോക്കി സ്ട്രെച്ചിങ് ഒക്കെ ചെയ്തതിന് ശേഷം മാത്രം അവരുടെ ആ ഒരു വീഡിയോ ചെയ്യുക. അത് കുറച്ച് ഇൻറ്റൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് അത്ര ഇൻറ്റൻസ് പറ്റില്ലെങ്കിൽ മാഡ് ഫിറ്റ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, അതും ഞാനിവിടെ കൊടുക്കാം. സോ മാഡ് ഫിറ്റ് കുറച്ചും കൂടെ നമുക്ക് പറ്റുന്ന ടൈപ്പ് ഓഫ് എക്സസൈസസ് ആണ്. അത് ഞാൻ ഇപ്പോൾ ചെയ്യുന്നതാണ്. കാരണം എനിക്ക് ക്ലോയിറ്റിങ്ങിൻ്റെ അത്ര എനിക്കിപ്പോൾ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ഫിസിക്കലി ഇപ്പം എനിക്ക് എത്ര സ്ട്രെങ്ത് ഇല്ല, അന്നത്തെ അത്ര സ്ട്രെങ്ത് എനിക്ക് ഇന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊരു മാറ്റ് ഫിറ്റൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ അത്യാവശ്യം സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾ ക്ലോയിറ്റിംഗ് ഒക്കെ ചെയ്യാതെ, എല്ലാം ചെയ്യുന്നതിന് മുന്നേ സ്ട്രെച്ചിങ് ചെയ്യുക, അതിന് ശേഷവും സ്ട്രെച്ചിങ് ചെയ്യാം. ഈ സ്ട്രെച്ചിങ് ഒക്കെ അത്യാവശ്യം ഞാൻ ബാഡ്മിൻ്റന് പോയപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ പ്രോസസ്സ് എനിക്ക് കുറച്ച് ഈസിയാണ്. പിന്നെ നിങ്ങൾക്ക് നടക്കാം. ഒരു 10,000, ആ സമയത്ത് ഞാനൊരു 10,000 സ്റ്റെപ്സ് ഡെയിലി നടക്കുമായിരുന്നു. നമുക്ക് അത് ട്രാക്ക് ചെയ്യാനുള്ള ആപ്പൊക്കെ ഉണ്ട്. അങ്ങനത്തെ ആപ്സൊക്കെ വെച്ച് നിങ്ങളുടെ സ്റ്റെപ്സ് ട്രാക്ക് ചെയ്യുക. അല്ലെങ്കിൽ സ്മാർട്ട് വാച്ചിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുമല്ലോ ഇപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളുടെ സ്റ്റെപ്സ് ട്രാക്ക് ചെയ്യുക. ഒരു 10,000 സ്റ്റെപ്സ് ഡെയിലി നടന്നാൽ ഭയങ്കര നല്ലതാണ്. സോ അത് ട്രൈ ചെയ്യാം. ഇനി ഇപ്പോഴാണെങ്കിൽ ഞാൻ പറയും യോഗ നിങ്ങൾക്ക് പ്രാക്ടീസ്. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ആയുർവേദത്തിൽ ഒരു സബ്ജക്റ്റിൽ നമുക്ക് യോഗയും പഠിക്കാനുണ്ട്. യോഗ ചെയ്തപ്പോൾ ആക്ച്വലി ഞാൻ പണ്ട് വിചാരിച്ചത് യോഗ ചെയ്താൽ മിരിക്കും അത്ര എന്ന് വെച്ചാൽ നമ്മളങ്ങനെ ഒരു എക്സേർട്ട് ചെയ്യുന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അത് പഠിക്കാമെന്ന് വെച്ചാൽ നമുക്കത് ചെയ്യണം, അതിന് എക്സാമും ഉണ്ട്. അപ്പോൾ എനിക്ക് രാവിലെ തന്നെ യോഗ ചെയ്യുന്ന വെച്ചാൽ നമ്മളങ്ങ് വിയർക്കും. രാവിലെ ഇപ്പോൾ കുളിച്ചിട്ടാണ് അവിടെ ചെയ്യുന്നതെങ്കിൽ നമ്മൾ നല്ല വിയർക്കും, നല്ല വെയിറ്റും കുറയും ഗൈസ്. സൂര്യ നമസ്കാരമൊക്കെ നല്ല എഫേർട്ട് ഇടണം നമ്മളത് ചെയ്യണമെങ്കിൽ. അപ്പം ശരിക്കും യോഗ ചെയ്താലും മതി. നിങ്ങൾക്ക് അതാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാതെ. സോ സൂര്യ നമസ്കാരമൊക്കെ ഒരു 10 പ്രാവശ്യമൊക്കെ ചെയ്താൽ തന്നെ നല്ലൊരു എക്സസൈസാണ്. എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ കുറേ പേര് എൻ്റെ വീഡിയോ കാണുന്നുള്ളൂ. ഇപ്പോൾ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഒരുപാട് പേര് കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എന്തൊക്കെ കണ്ടൻസ് ആണ് ഇനി കാണാൻ ഇഷ്ടം. ഇപ്പോഴാണ് എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടിയത്. നേരത്തെ 200ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായി സബ്സ്ക്രൈബേഴ്സ് കുറച്ച് കൂടി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തൊക്കെ കണ്ടൻറ്റാണ് നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾക്ക് എന്തൊക്കെ കാണാനാണ് ഇഷ്ടമെന്നൊന്ന് പറയാം. ഞാൻ ചോദിച്ചാലും പറയൂല, എന്നാലും ഞാൻ വെറുതെ പറയണം. പറ്റുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ ഈ ഫോട്ടോസിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം എൻ്റെ സ്കിന്നിൽ നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ അടുത്തത് പോസ്റ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഈ വീഡിയോ ആരും കണ്ടില്ലെങ്കിൽ ആ വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഈ വീഡിയോയുടെ റെസ്പോൺസ് നോക്കിയിട്ട്, പിന്നെ എനിക്ക് കോളേജിൽ അവധി കിട്ടിയാലേ ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടെ നോക്കിയിട്ട് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാൻ നോക്കാം. ബൈ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ ഒരു ടോപ്പിനായിട്ടേക്കുന്നത് മീഷോന്ന് വാങ്ങിച്ചതാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ലിങ്ക് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ലിപ്സ്റ്റിക് ഷെയ്ഡ്, ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഷേംബർ റയറ്റ് ബർഗമോട്ട് ഓറഞ്ച്, അങ്ങനെയാണ് പ്രൊനൗൺസിയേഷൻ തോന്നുന്നു. പക്ഷേ അതിൻ്റെ ലിങ്കും ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. വീണ്ടും എൻ്റെ ഏതൊക്കെയോ ഷോർട്ടിൽ വീണ്ടും ആൾക്കാർ ചോദിക്കുന്നുണ്ട്. സോ ഇതിപ്പോൾ ഞാൻ ആ ഷെയ്ഡിനോട് ഒരു ലിപ്പ് ലൈനറും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ഷെയ്ഡ്. നല്ല ഷെയ്ഡാണ്, നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്. നമ്മുടെ സ്കിൻ ടോണൊക്കെ നല്ല ബ്രൈറ്റാക്കാൻ നോക്കും. സോ അത് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ ലിങ്കും എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട്. സോ അതും ഒന്ന് ചെക്ക് ചെയ്യാം.